നിങ്ങളുടെ കുട്ടിക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പരീക്ഷയിലും 100-ൽ 100 മാർക്കും കിട്ടിയിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ അവൻ തന്നെ നേരിടേണ്ട ഒരു പ്രശ്നം വന്നപ്പോൾ പൂർണ്ണമായും തകർന്നു പോയി എന്നിരിക്കട്ടെ. ആലോചിക്കൂ, നിങ്ങൾ അവനെ ശരിക്കും അതിജീവനം പഠിപ്പിച്ചിരുന്നോ? പരീക്ഷയിൽ എങ്ങനെയെങ്കിലും മാർക്ക് നേടാനല്ല കുട്ടി പഠിക്കേണ്ടത്, ജീവിതത്തിൽ അതിജീവിക്കാനാണ്. നമസ്കാരം. ഇന്ന് ഓരോ മാതാപിതാക്കളും വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ കുട്ടി എന്തിനാണ് പഠിക്കുന്നത്? പരീക്ഷയിൽ എങ്ങനെയെങ്കിലും കുറച്ച് മാർക്ക് നേടാനാണോ? ക്ലാസ്സിൽ ഒന്നാമനാകാനാണോ? ബന്ധുക്കളുടെയും അയൽക്കാരുടെയും മുന്നിൽ മാതാപിതാക്കൾക്ക് അഭിമാനത്തോടെ മാർക്ക് പറയാനാണോ? അതോ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കി സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് വീഴ്ചകളിൽ തകർന്നു പോകാതെ കരുത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണോ? ലെറ്റ്യൂഡ് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇതാണ്: എങ്ങനെയെങ്കിലും പരീക്ഷയിൽ മാർക്ക് വാങ്ങുന്നതല്ല യഥാർത്ഥ പഠനം. ജീവിതത്തിൽ അതിജീവിക്കാനുള്ള ശക്തി കുട്ടി ഓരോ ദിവസവും പരിശീലിക്കുന്നതാണ് യഥാർത്ഥ പഠനം. പരീക്ഷയിൽ നല്ല മാർക്ക് നേടുന്നത് തീർച്ചയായും പ്രധാനമാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായതും. പഠനത്തെ നിസ്സാരമാക്കേണ്ടതില്ല, പക്ഷേ കുട്ടി ശ്രദ്ധയോടെ പഠിക്കണം. പാഠങ്ങൾ മനസ്സിലാക്കണം, ആവർത്തിച്ചു വായിക്കണം, എഴുതി പരിശീലിക്കണം, സമയം ക്രമീകരിക്കണം, പരീക്ഷയ്ക്ക് തയ്യാറാകണം. പക്ഷേ പഠനത്തിന്റെ ലക്ഷ്യം അവിടെ അവസാനിക്കുന്നില്ല. ഇന്ന് മിക്കവാറും കുഞ്ഞുങ്ങളിലും കണ്ടുവരുന്ന ഒരു രീതി ഇതാണ്: പരീക്ഷ, അതിൻ്റെ റിസൾട്ട്, അത് മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. എന്നാൽ അവിടെ പഠിച്ച പാഠഭാഗങ്ങൾ പിന്നീട് ഒരു സമയത്ത് ഉപയോഗിക്കേണ്ടി വന്നാൽ അത് ഉപയോഗിക്കാൻ അറിയില്ല എന്നത് സങ്കടകരമായ വസ്തുതയാണ്. ഒരു പരീക്ഷ വിജയിച്ചാൽ മാത്രം ജീവിതം വിജയിക്കില്ല. ജീവിതം ഒരു ചോദ്യപേപ്പർ പോലെ മുൻകൂട്ടി തയ്യാറാക്കി നൽകപ്പെടുന്നതുമല്ല. അവിടെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ധാരാളം വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സാഹചര്യങ്ങളുമായിരിക്കും അവ. പരാജയം വരും, നിരാശ വരും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരാം, അവഗണനകൾ വരാം, കുറ്റപ്പെടുത്തലുകൾ കേൾക്കാം. ചിലപ്പോൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ടി വരും. എല്ലാവരും കൂടി നമ്മളെ ഒറ്റപ്പെടുത്തുകയാണെന്ന് തോന്നുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായെന്നിരിക്കാം. അപ്പോൾ കുട്ടിക്ക് മാർക്ക് ലിസ്റ്റ് മാത്രം മതിയാവില്ല അവിടെ വിജയിക്കാൻ, പിടിച്ചു നിൽക്കാൻ, അതിജീവിക്കാൻ. അവനല്ലെങ്കിൽ അവൾക്ക് ആവശ്യമാകുന്നത് ശാന്തമായി ചിന്തിക്കുവാനുള്ള കഴിവാണ്, വീണ്ടും എഴുന്നേൽക്കുവാനുള്ള മനക്കരുത്താണ്, ശരിയായ തീരുമാനമെടുക്കുവാനുള്ള വ്യക്തതയാണ്, സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള പരിശീലനമാണ്, മറ്റുള്ളവരുമായി സഹകരിക്കുവാനുള്ള മനസ്സാണ്. പ്രശ്നത്തിനുള്ളിൽ തന്നെ പരിഹാരമുണ്ടെന്നും അതെങ്ങനെ കണ്ടെത്തണമെന്നും അതിന് ഏത് കഴിവാണ് നിത്യേന പരിശീലിക്കേണ്ടതെന്നും കുട്ടി അറിയണം. തോൽവിയെ വിജയത്തിന്റെ ചവിട്ടുപടി എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ തോൽവിയെ പലപ്പോഴും ജീവിതത്തിന്റെ അവസാനമായി കാണാതിരിക്കാനുള്ള ബോധം പലർക്കും ഉണ്ടാവാറില്ല. അതാണ് അതിജീവനത്തിന്റെ ശക്തി. മാർക്ക് മാത്രം ലക്ഷ്യമാകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക? നമുക്ക് നോക്കാം. ഒരു കുട്ടിയോട് ചെറുപ്പം മുതൽ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എത്ര മാർക്ക് കിട്ടി, ക്ലാസ്സിൽ എത്രാമതാണ്, അവൻ ഇത്ര മാർക്ക് കിട്ടിയല്ലോ, എന്തുകൊണ്ട് നിനക്കത് കിട്ടിയില്ല, ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഇങ്ങനെ മാത്രമായി പഠനത്തെ അവതരിപ്പിച്ചാൽ കുട്ടിയുടെ മനസ്സിൽ പഠനത്തിന് ഒരു തെറ്റായ അർത്ഥം രൂപപ്പെടാം. മറ്റുള്ളവരെ തോൽപ്പിക്കാനും മുതിർന്നവരെ സന്തോഷിപ്പിക്കാനും സ്വയം സന്തോഷിക്കാനും കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് പഠനം എന്ന് കുട്ടി കരുതിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ചിന്തയുണ്ടായാൽ കുട്ടിക്ക് പഠനത്തെ സ്നേഹിക്കാനാവില്ല. കുട്ടി ഭയക്കുകയാണ് പഠനത്തെ. ചില കുട്ടികൾ നല്ല മാർക്ക് നേടും, പക്ഷേ ചെറിയ പരാജയം വന്നാൽ തകർന്നു പോകും. ചിലർ പരീക്ഷയിൽ വിജയിക്കും, പക്ഷെ ഒരു തീരുമാനം സ്വയം എടുക്കാൻ കഴിയില്ല. ചിലർക്ക് അറിവുണ്ടാവും, ചിലർ സ്വന്തം ദേഷ്യം കൈകാര്യം ചെയ്യാൻ അറിയാതെ കുഴങ്ങും. ചിലർക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും, പക്ഷേ ബന്ധങ്ങളെ മാനിക്കാനോ പണം കൈകാര്യം ചെയ്യാനോ
പരാജയം സ്വീകരിക്കാനോ അറിയില്ല. അപ്പോൾ നമ്മൾ ചോദിക്കണം, കുട്ടി പഠിച്ചോ? അതോ പരീക്ഷയ്ക്ക് വേണ്ട ഉത്തരങ്ങൾ മാത്രം ഓർമ്മിച്ചോ? അതിജീവനം എന്നത് വെറുതെ കഷ്ടപ്പാട് സഹിക്കുന്ന ഒരു ജോലിയല്ല. അതിജീവനം എന്ന് പറയുമ്പോൾ കുട്ടിയെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുകയുമല്ല. കുട്ടി കരഞ്ഞാലും ശ്രദ്ധിക്കാതെ വിടുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഞങ്ങളും കഷ്ടപ്പെട്ടു വളർന്നു, അവനും കഷ്ടപ്പെടട്ടെ എന്ന് പറയുന്നതുമല്ല. അതിജീവനം എന്നത് കുട്ടിയെ ഒറ്റയ്ക്ക് വിടുന്നതല്ല. കുട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് കുട്ടിയുടെ സ്വന്തം ജീവിതം കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് കുട്ടിക്ക് പടിപടിയായി നൽകുന്ന ഒരു പ്രക്രിയയാണ്. അത് ജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് ചെയ്തു കൊടുക്കാനാവൂ. ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളിലൂടെ വീട്ടിൽ നിന്നാണത് ശീലിപ്പിക്കേണ്ടത്. കുട്ടിക്ക് പ്രശ്നം വന്നാൽ എല്ലാം മാതാപിതാക്കൾ തന്നെ പരിഹരിച്ചു കൊടുത്താൽ ആ നിമിഷത്തിൽ കുട്ടിക്ക് ആശ്വാസം കിട്ടും. പക്ഷേ കുട്ടിക്ക് പ്രശ്നപരിഹാര ശേഷി ഉണ്ടാവില്ല. അതായത് സ്വയം പ്രശ്നങ്ങൾ വന്നാൽ അതിനെ മറികടക്കാനുള്ള കഴിവ് കുട്ടിക്ക് ഇല്ലാണ്ടാവും. അതുപോലെ തന്നെ കുട്ടിക്ക് പ്രശ്നം വരുമ്പോൾ കുറ്റപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്താൽ കുട്ടി ഒരിക്കലും ശക്തനാകില്ല. അവനോ അവളോ ഭയപ്പെടുകയോ മിണ്ടാതാവുകയോ പ്രതികാരത്തോടെ പെരുമാറുകയോ ചെയ്യും. അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ നിന്ന് മെല്ലെ മെല്ലെ അകന്നു തുടങ്ങും. അത് നിങ്ങൾക്ക് കാണാനാവുകയും ചെയ്യും കുട്ടിയുടെ പെരുമാറ്റത്തിലൂടെ. ലെറ്റ്യൂഡ് പറയുന്നത് ഈ രണ്ട് രീതികളുടെയും നടുവിലുള്ള ബോധപൂർവമായ സമീപനമാണ്. കുട്ടിയെ ഉപേക്ഷിക്കരുത്, കുട്ടിക്ക് പകരം മുഴുവൻ ജീവിതവും ജീവിച്ചു കൊടുക്കുകയും ചെയ്യരുത്. കൂടെ നിന്ന് സ്വയം ജീവിക്കാൻ പരിശീലിപ്പിക്കണം. പഠനത്തിനുള്ളിൽ അതിജീവന ശക്തി എങ്ങനെ പരിശീലിപ്പിക്കാം? ഒരു കുട്ടിക്ക് ഒരു പാഠഭാഗം മനസ്സിലാകുന്നില്ലെന്ന് കരുതുക. ഉടനെ തന്നെ നിനക്കൊന്നും അറിയില്ല എന്ന് പറയരുത്. പകരം ചോദിക്കുക, ഇതിലേത് ഭാഗമാണ് കുഞ്ഞെ മനസ്സിലാകാത്തത്? നമുക്കിത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി ഒന്ന് പഠിച്ചാലോ? ഒരു 10 മിനിറ്റ് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് വായിപ്പിക്കുക. കുട്ടിക്ക് അതിലേക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങും. ഇത് പഠിക്കാൻ വേറെ ഏത് രീതി പരീക്ഷിക്കാം? ഇവിടെ കുട്ടി ഒരു പാഠം മാത്രം പഠിക്കുന്നില്ല, വലിയൊരു ജീവിത പാഠമാണ് പഠിക്കുന്നത്. മനസ്സിലാകാതെ വന്നാൽ ഞാൻ നിർത്തേണ്ടതില്ല, രീതി മാറ്റി വേറെ രീതിയിൽ പഠിക്കാം. ഇത് കുട്ടി പഠിക്കുകയാണ്. ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ കുട്ടിയെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യാതെ ഇങ്ങനെ ചോദിക്കാം, നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതുകൊണ്ടാണോ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചത് കുഞ്ഞെ? അവിടെ കുഞ്ഞിന് മനസ്സിലാകും എവിടെയാണ് ശ്രദ്ധിക്കാതിരുന്നത്, ശ്രദ്ധ കുറഞ്ഞത്, പരിശ്രമം കുറഞ്ഞത്. ഇതെല്ലാം കുഞ്ഞിന് മനസ്സിലാകും. പക്ഷെ നമ്മൾ ആരെങ്കിലും അങ്ങനെ ചോദിക്കാറുണ്ടോ? നമുക്ക് സാരമില്ല, അടുത്ത തവണ പരീക്ഷയ്ക്ക് ആ രീതിയിൽ നമുക്ക് പഠിച്ചിട്ട് മാർക്ക് വാങ്ങാം. സാരമില്ല, അമ്മ കൂടെയുണ്ട്, അച്ഛൻ കൂടെയുണ്ട്, നമുക്ക് പറയാമല്ലോ. അപ്പോഴാണ് കുട്ടിക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക, ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്ന് ബോധ്യപ്പെടുക. ഇവിടെ കുട്ടി പഠിക്കുന്നത് പരാജയം എൻ്റെ വ്യക്തിത്വമല്ല, എൻ്റെ രീതിയിൽ ഒരു മാറ്റം വേണമെന്ന് ആ പരാജയം പറഞ്ഞു തന്ന ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു അത്. കുട്ടിക്ക് ഒരു ജോലി കൊടുത്തപ്പോൾ അത് പൂർണ്ണമായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം മാതാപിതാക്കൾ ചെയ്തു തീർത്തു കൊടുക്കണ്ട. ചെറിയ സഹായം നൽകാം. എന്നിട്ട് ആ ജോലി തീർക്കേണ്ട ഉത്തരവാദിത്തം കുട്ടിക്ക് തന്നെ കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് പഠനത്തിന്റെ കാര്യവും. കുട്ടി പഠിച്ചുകൊള്ളും. എനിക്ക് കഴിയാത്തത് ഞാൻ പഠിച്ചെടുക്കുമെന്ന് കുട്ടിക്ക് ഉള്ളിൽ തോന്നാൻ തുടങ്ങണം. പിഴവ് വന്നാലും വീണ്ടും ശ്രമിക്കാമെന്ന് തോന്നണം. എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണെന്ന് കുട്ടി ബോധ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, കൊച്ചു പിള്ളേരോട് ഇതൊക്കെ പറഞ്ഞാൽ നടക്കുമെന്ന്. നടക്കുമെന്ന് ബോധ്യപ്പെട്ടിട്ടല്ലേ ഞാനിത് പറയുന്നത്. നമ്മുടെ ലെറ്റ്യൂഡിലെ ഓരോ കുഞ്ഞുങ്ങളും ഇത് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ കൃത്യമായിട്ട് ജീവിതത്തിൽ ആവശ്യമായ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടിയെ മെല്ലെ മെല്ലെ അതിജീവനത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുകയാണ് ബാല്യത്തിൽ ചെയ്തു കൊടുക്കേണ്ടത്. വലിയ വലിയ ജോലി ഉണ്ടായിട്ടും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും സ്വന്തം ജീവിതം പരാജയമായി പോയാലോ അവർക്ക്? അതിനിടയാക്കരുത്. ഇവിടെ അതിജീവനം തന്നെയാണ് പഠിക്കേണ്ടത്. ലെറ്റ്യൂഡിൻ്റെ കാഴ്ചപ്പാടിൽ പഠനം എന്നത് പുസ്തകത്തിനുള്ളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ലേയല്ല.
കുട്ടി നിത്യവും പഠിക്കേണ്ടത് പല മേഖലകളിലാണ്. സ്വന്തം ശരീരത്തെ പരിചരിക്കാൻ പഠിക്കണം. കൃത്യസമയത്ത് ഒരുങ്ങി സ്കൂളിൽ പോകാൻ പഠിക്കണം. സമയത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയണം. ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഉറങ്ങാനും ശരീരം ചലിപ്പിക്കാനും പഠിക്കണം. സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാൻ പഠിക്കണം. ഇപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുവെന്ന് തോന്നിയാൽ ഇത് ദേഷ്യമാണ് എന്ന് കുട്ടി തിരിച്ചറിയാൻ പഠിക്കണം. ഭയം തോന്നിയാൽ അത് ഭയമാണെന്ന് തിരിച്ചറിയാൻ പഠിക്കണം. വികാരങ്ങളെ തിരിച്ചറിയാൻ പഠിക്കണം. എൻ്റെ ഉള്ളിൽ വിഷമമുണ്ട് എന്നറിഞ്ഞാൽ അത് വിഷമമാണ്, അതിന് പരിഹാരം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് കുട്ടി പഠിക്കണം. ഇതൊക്കെ പഠിക്കാൻ കുട്ടിക്ക് ഈസിയാണ്. എനിക്ക് സഹായം വേണമെന്ന് അമ്മയുടെ അടുത്ത് തുറന്നു പറയാൻ കുട്ടിക്ക് ആവണം. ഇതെല്ലാം വാക്കുകളിലൂടെ കുട്ടി പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ദേഷ്യം വരുമ്പോൾ മറ്റൊരാളെ അടിക്കുകയോ മോശം വാക്ക് പറയുകയോ സാധനങ്ങൾ വലിച്ചെറിയുകയോ ചെയ്യാതെ കണ്ട് ബന്ധങ്ങളെ മാനിക്കാൻ കുട്ടി പരിശീലിക്കും. അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും അധ്യാപകരെയും സുഹൃത്തുക്കളെയും ബഹുമാനിച്ചുകൊണ്ട് അവനവൻ്റെ നില എന്താണെന്ന് തിരിച്ചറിയാൻ കുട്ടി പഠിക്കും. ഇത് പഠിക്കേണ്ടത് പ്രായപൂർത്തിയായിട്ടല്ല, ബാല്യം മുതൽ, നമ്മുടെ കൂടെ നമ്മുടെ മക്കൾ നിൽക്കുന്ന സമയം മുതൽ പഠിക്കണം, പരിശീലിക്കണം. ഇതാണ് അതിജീവനത്തിൻ്റെ ആദ്യത്തെ പടി. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം ഈ വീഡിയോ അയച്ചു കൊടുക്കാം. തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ്. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലൈക്ക് കൊടുത്തോളൂ. തീർച്ചയായിട്ടും നമുക്കൊന്നിച്ച് മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു പോകാൻ പുതിയ ആശയങ്ങൾ നമുക്ക് കൊണ്ടുവരാം. അതിജീവനമാണ് ഏറ്റവും വലുത്. തകർന്നു പോകാതെ സന്തോഷത്തോടെ ജീവിക്കാൻ അതിജീവനം പരിശീലിച്ചേ മതിയാവൂ. താങ്ക് യു.